കേരളത്തിലെ ഭൗതിക പശ്ചാത്തല രംഗത്ത് ഏറ്റവും അഭിമാനകരമായ മുന്നേറ്റമാണ് കഴിഞ്ഞ 8 വർഷക്കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ പ്രതിഫലനവും പാലക്കാട് ജില്ലയിലെ ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സന്തോഷകരമായ ഒരനുഭവം. ഒരിക്കലും സാധ്യമാവില്ല എന്ന് കരുതിയിരുന്ന പല പ്രൊജക്റ്റുകളും സാധ്യമാക്കിയത് കിഫ്ബിയുടെ നിർലോഭമായ സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ എല്ലാ ഗവൺമെൻറ് വിദ്യാലയങ്ങളും ഹൈടെക് ആക്കുന്നതിന് വേണ്ടി കേരളത്തിൽ കിഫ്ബി രൂപകൽപ്പന ചെയ്ത പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നൂറുകണക്കിന് കോടി രൂപയുടെ പ്രവർത്തനമാണ് നടന്നു വന്നത്. കിഴക്കഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 കോടി, കോഴമന്നം ഗവൺമെൻറ് ഹൈസ്കൂളിലെ 7 കോടി, എരുമിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3,90,00,000, ആലത്തൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3,90,00,000, ഇങ്ങനെ തുടങ്ങിയ ബൃഹത് പദ്ധതികൾ മാത്രമല്ല, മറ്റെല്ലാ ഗവൺമെൻറ് അപ്പർ പ്രൈമറി വിദ്യാലയങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് ചില ഹൈസ്കൂളുകൾക്കും 1 കോടിയുടെ പദ്ധതി കൂടി കിഫ്ബിയിലൂടെ അനുവദിക്കുകയുണ്ടായി. അതുപോലെ ക്ലാസ് റൂമുകൾ ഹൈടെക് ആക്കിയത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഈ മണ്ഡലത്തെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമായിരുന്നു എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതുപോലെ തന്നെ കിഫ്ബിയുടെ ഫണ്ട് തന്നെ വിനിയോഗിച്ചുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളുടെ നവീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. കണ്ണാടി പന്നിക്കോട് റോഡ് ഏതാണ്ട് 38 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നവീകരിക്കാൻ വേണ്ടി പോകുന്നത്. ആലത്തൂരിലെ പറക്കുന്നം പാലം
അത് 15 കോടിയാണ് കിഫ്ബി പ്രഥമഘട്ടത്തിൽ അനുവദിച്ചിട്ടുള്ളത്. ഇത് കിഫ്ബിയുടെ നേരിട്ടുള്ള ഈ ഫണ്ടിങ് മാത്രമല്ല. കിഫ്ബിയുടെ ഫണ്ടിങ് ഇത്തരം മേഖലകളിൽ കിട്ടിയപ്പോൾ യഥാർത്ഥത്തിൽ മറ്റ് ബജറ്റ് വിഹിതങ്ങൾ ചിലവഴിക്കേണ്ടത് മറ്റ് മാർഗങ്ങളിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി കഴിഞ്ഞു. അതുകൂടി കിഫ്ബിയുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്ന് പറയാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ മറ്റ് പല പ്രൊജക്റ്റുകളും, ഉദാഹരണത്തിന് എല്ലാ പഞ്ചായത്തിലും കളിസ്ഥലം എന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. ആലത്തൂർ മണ്ഡലത്തിൽ 7 പഞ്ചായത്തുകളാണുള്ളത്. 9 കളിസ്ഥലങ്ങളാണ്, പൊതു കളിസ്ഥലങ്ങളാണ്. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് 5 എണ്ണമാണ്, 4 എണ്ണം പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനാവശ്യമായ കോടിക്കണക്കിന് രൂപ നമുക്ക് ലഭ്യമായത് കിഫ്ബിയുടെ ഫണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് മറ്റിതര ബജറ്റ് പിന്തുണ ഇതിന് ഉറപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ അക്വാട്ടിക് അക്കാഡമി ഈ ആലത്തൂരിലെ ആസ്ഥാനത്ത് നടപ്പാക്കപ്പെടുന്നത് ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടിയാണ്. ഇതിനെല്ലാം ഗവൺമെൻറ് പിന്തുണയ്ക്കാൻ കഴിഞ്ഞത് മറുവശത്ത് കിഫ്ബി ഗവൺമെൻറ്റിൻ്റെ മറ്റിതര പ്രവർത്തനങ്ങൾ, പശ്ചാത്തല പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നു എന്നതുകൊണ്ടാണ്. ആലത്തൂർ താലൂക്ക് ആശുപത്രിയുടെ എല്ലാ ദുരിതവും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ 15 കോടിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് കിഫ്ബിയുടെ പിന്തുണ കൊണ്ടുകൂടിയാണ്. ഇതിലേക്ക് കേരളത്തെ നയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു മുന്നണിയാണ് എന്നതുകൊണ്ടാണ് ഇത്തരം കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഫണ്ടിങ് പ്രവർത്തനം കിഫ്ബിയിലൂടെ നടപ്പാക്കാൻ വേണ്ടി സന്നദ്ധരായിട്ടുള്ളത്. അതുപോലെ തന്നെ കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ നടപ്പാക്കപ്പെടാൻ പോകുന്നത് ഈ പാലക്കാടാണ്. ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഏറ്റവും സമീപത്തായി കിടക്കുന്ന കണ്ണമ്പ്രയിലെ വ്യവസായ പാർക്കിന് ആയിരക്കണക്കിന് കോടി രൂപയാണ് കിഫ്ബിയിലൂടെ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഏറെക്കാലം നമുക്ക് തുടരാൻ കഴിയേണ്ടതുണ്ട്. ഇപ്പോൾ കിഫ്ബി 25 വർഷക്കാലം പൂർത്തീകരിക്കുകയാണ്. ആ 25 വർഷത്തിനിടയിൽ കിഫ്ബിയുടെ യഥാർത്ഥത്തിലുള്ള ജനകീയ മുഖം നമുക്ക് കണ്ടു തുടങ്ങിയത് ഈ 8 വർഷക്കാലമാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ മുഖത്തോടുകൂടി ഈ പ്രൗഢിയോടുകൂടി കിഫ്ബി മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്, അതിന് ശ്രമിക്കേണ്ടതുണ്ട്, അതിൻ്റെ പിന്തുണ ഈ സമൂഹം ഉറപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കിഫ്ബിയുടെ നിലനിൽപ്പും അതിൻ്റെ മുന്നോട്ടുപോക്കും ഈ കേരളത്തിൻ്റെ നിലനിൽപ്പും മുന്നോട്ടുപോക്കിനും അനിവാര്യമാണ് എന്നുകൂടി അഭിപ്രായപ്പെട്ടുകൊണ്ട് എല്ലാ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.